ശരി, നേരെ വിഷയത്തിലേക്ക് കടക്കാം. 10th ലെവൽ പ്രിലിംസ് പ്രിപ്പറേഷന്റെ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 2ാം ഭാഗമാണ് നോക്കുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഫാക്ട്സാണ് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് മുഴുവൻ ശ്രദ്ധയും ഇവിടെ തന്നെ വേണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാം. 1857 വിപ്ലവം ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. സത്യത്തിൽ അതൊരു കാട്ടുതീ പോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അതിവേഗം പടർന്നു പിടിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അത്രത്തോളം വിശാലമായിരുന്നു ഈ വിപ്ലവത്തിന്റെ വ്യാപ്തി. ഇനി നമുക്ക് ഉത്തരേന്ത്യയിലെ 2 പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പോകാം. ഇതിൽ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബഹദൂർ ഷാ രണ്ടാമനാണ്. വിപ്ലവകാരികൾ അദ്ദേഹത്തെ അന്ന് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇനി മറുവശത്ത് കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയതോ സാക്ഷാൽ നാനാ സാഹിബ്. പരീക്ഷകളിൽ ഈ 2 നേതാക്കളുടെയും പേരുകൾ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാനുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി ഓർത്തുവെക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന മറ്റു 2 കേന്ദ്രങ്ങൾ കൂടിയുണ്ട്. ഝാൻസിയിൽ അതിധീരമായി പോരാടിയത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, റാണി ലക്ഷ്മിബായ്. അതുപോലെ തന്നെ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബേഗം ഹസ്രത് മഹലാണ്. ഈ 2 ധീരവനിതകളുടെയും പേരുകൾ നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊരു മസ്റ്റ് നോ ഫാക്റ്റാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ടേബിളുണ്ടല്ലോ, ഇതിന്റെ ഒരു മെന്റൽ സ്ക്രീൻഷോട്ട് അങ്ങ് എടുത്തുവെച്ചോളൂ. പരീക്ഷയ്ക്ക് മുൻപ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഇതിലും മികച്ചൊരു വഴി വേറെയില്ല. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, കാൺപൂർ നാനാ സാഹിബ്, ഝാൻസി റാണി ലക്ഷ്മിബായ്, ലക്നൌ ബേഗം ഹസ്രത് മഹൽ. ആരാണ് എവിടെയാണ് നേതൃത്വം നൽകിയത് എന്ന് ഈ ഒറ്റ ടേബിളിലൂടെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാം. പരീക്ഷാ ഹാളിൽ ഈ മാപ്പിംഗ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ശരി, അപ്പോൾ ഇത്രയും വലിയ രാജ്യമെമ്പാടും ആഞ്ഞടിച്ച ഒരു പോരാട്ടത്തിന്റെ അന്തിമഫലം എന്തായിരുന്നു? അതാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച ഈ മഹാവിപ്ലവം ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. എന്തൊക്കെയായിരുന്നു ആ വലിയ മാറ്റങ്ങളെന്ന് നോക്കാമല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 പ്രധാന മാറ്റങ്ങളിതാ. ഒന്നാമതായി, ഈ വിപ്ലവം പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അതൊരു വലിയ പ്രചോദനമായി മാറി എന്നതാണ് സത്യം. രണ്ടാമത്തെ കാര്യം, ഈ സംഭവത്തിന് ശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് പൂർണ്ണമായും അവസാനമായി. മൂന്നാമതായി, കമ്പനി ഭരണം അവസാനിച്ചതോടെ എന്ത് സംഭവിച്ചു? ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് കിരീടത്തിന്റെ, അതായത് ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിലായി. സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റായിരുന്നു ഇത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയും വലിയൊരു വിപ്ലവത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ട യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന്? അതുപോലെ ഇതിന്റെ മറ്റ് പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇതെല്ലാം നമ്മൾ അടുത്ത ഭാഗത്തിൽ വളരെ വിശദമായി തന്നെ പൊളിച്ചെടുക്കും. അതുകൊണ്ട് ആ പ്രധാന കാരണങ്ങളും ഫലങ്ങളും അറിയാൻ പാർട്ട് 3ക്കായി തീർച്ചയായും ഫോളോ ചെയ്യൂ. അടുത്ത സെഷനിൽ കാണുന്നതുവരെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നന്നായി റിവൈസ് ചെയ്യുക. കീപ് ലേണിംഗ്.